ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും താരൂസ് വീഡിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാ വീടുകളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും ഒക്കെ പഴയ സാധനങ്ങൾ ഉണ്ടാവും. അപ്പം അതിന് നമ്മളെല്ലാം പറയുന്നത് ആക്രി സാധനങ്ങൾ എന്നാണ്. പക്ഷേ ഇതൊരിക്കലും ഒരു ആക്രി സാധനം എന്ന് പറഞ്ഞതിനെ തഴയാൻ പാടില്ല. കഴിവുള്ള ഒരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ വസ്തുക്കളെല്ലാം, ഈ പാഴ് വസ്തുക്കളെല്ലാം മനോഹരമായ ശില്പങ്ങളായി മാറും. തന്നെ ഈ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ആ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും ഈ പാഴ് വസ്തുക്കളുടെ ഉപയോഗം എന്താണെന്ന്. ഈ വഴിയിൽ കിടക്കുന്ന കുപ്പികളൊക്കെ അവർ എന്ത് മൂല്യമുള്ള വസ്തു പോലെയാണ് അവർ സൂക്ഷിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. അവരത് കൊണ്ടുപോയി കളക്ട് ചെയ്ത് അതിനെ കഴുകി വൃത്തിയാക്കി കുപ്പികളൊക്കെ എടുത്തിട്ട് അതിനകത്ത് പെയിൻറ് ചെയ്തത് എന്ത് മനോഹരമായ രീതിയിലാണ് അവർ അതിനെ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ പാഴ്വസ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിൽ ഉപേക്ഷിക്കുന്ന ഒരു കുപ്പീനെ കൊണ്ടുപോയിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്നവർ അതിനെ വിലപിടിപ്പുള്ള ഒരു കരകൗശല വസ്തുവാക്കി മാറ്റുകയാണ്. അതിലൂടെ അവർക്ക് പൈസയും കിട്ടുന്നു. അപ്പം ഒന്നിനെയും നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒന്നിനെയും വില കുറച്ച് കാണാൻ പാടില്ല. ഓരോന്നിനും അതിൻ്റെതായ മൂല്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലും ഇതുപോലെ ഒറ്റപ്പെടുത്തുന്ന, മാറ്റി നിർത്തുന്ന, അവഗണിക്കപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവർക്കൊന്നും കഴിവില്ല എന്നല്ല അതിനർത്ഥം. ഒരു മൂല്യവുമില്ലാത്ത രീതിയിൽ, ഒരു കഴിവുമില്ലാത്ത രീതിയിൽ മാറ്റി നിർത്തപ്പെടുന്ന കുറേ വ്യക്തികൾ, ഭാഗ്യദോഷം കൊണ്ടാണോ എന്തോ അറിയത്തില്ല, നിന്നെ കൊണ്ടൊന്നും ഒരു ഗുണത്തിനും കൊള്ളില്ല എന്ന് പഴിക്കപ്പെടുന്ന കുറേ മനുഷ്യർ. ഒരു പക്ഷേ അച്ഛനും അമ്മയും പറയുന്നുണ്ടാവും നിന്നെയൊക്കെ കൊണ്ട് ഒരു ഉപയോഗവുമില്ലെന്ന്. പക്ഷേ ഇവർക്ക് കഴിവില്ല എന്നല്ല അതിനർത്ഥം. ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾക്ക് മൂല്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചെവിയിൽ കൂടെ കേട്ടിട്ട് ഈ ചെവിയിലൂടെ വിട്ടേക്കണം. കാരണം ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും, എല്ലാ മനുഷ്യർക്കും ചില മൂല്യങ്ങളുണ്ട്. അത് മറ്റുള്ളവർക്ക് അളക്കാൻ കഴിയാത്ത വിധം നമ്മളിൽ അടങ്ങിയിരിക്കുന്ന മൂല്യമാണ്. അത് തിരിച്ചറിയേണ്ടത് നമ്മൾ തന്നെയാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എത്രയും പെട്ടെന്ന് പരിപോഷിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, നിരന്തരമായ പ്രാക്ടീസിലൂടെ. ഓരോ മനുഷ്യനിലും പല പല കഴിവുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ കഴിവിനെ തിരിച്ചറിഞ്ഞ് പരിപോഷിപ്പിച്ച് നിരന്തരമായ പ്രാക്ടീസിലൂടെ അത് വളർന്ന് പന്തലിക്കുമ്പോഴാണ് നമ്മൾ സമൂഹത്തിൽ തിരിച്ചറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളെ അവഗണിച്ചവരും കുറ്റപ്പെടുത്തിയവരും മാറ്റി നിർത്തിയവരും ഒക്കെ നമ്മളെ തിരിച്ചറിഞ്ഞു തുടങ്ങും. അതായത് നമ്മളെ പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളെ അടിക്കുന്ന ഓരോ അടിയും നമ്മൾ മുകളിലേക്ക് കയറും തോറും അതൊരു ടാറ്റയാക്കി മാറ്റണമെന്ന്. നമ്മളെ ആദ്യം പല രീതിയിലും ആളുകൾ വന്ന് ടോർച്ചർ ചെയ്ത് നോക്കും, പല രീതിയിൽ നമ്മളെ അറ്റാക്ക് ചെയ്ത് നോക്കും. ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോവരുത്. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ നമ്മളെ ആരും അറ്റാക്ക് ചെയ്യത്തില്ല. നമ്മൾ ഇവരുടെ ആ ഒരു പൊസിഷനിൽ നിന്നും കുറച്ചുകൂടെ ഹൈയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആർക്കും നമ്മളെ ആക്രമിക്കാൻ പറ്റത്തില്ല. പിന്നെ അവരടിക്കുന്ന ഓരോ അടിയെയും ടാറ്റയായി മാറ്റുക. അതാണ് നമ്മുടെ വിജയം. നമ്മൾക്ക് കഴിവില്ല എന്ന് പലരും നമ്മളോട് വന്ന് പറയുന്നത്, നമ്മളെ കുറ്റപ്പെടുത്തുന്നത് അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ്. അവർക്ക് നമ്മുടെ കഴിവിനെ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ്. അവർ ഒരു അന്ധമായ മൂടുപടത്തിലൂടെ ജീവിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ കുറ്റമല്ല, അത് അവരുടെ കുറ്റമാണ്. നമ്മളുടെ ഉള്ളിലെ മൂല്യത്തെ ഒരു സമൂഹത്തിന് മുന്നിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ആ ഒരു സമയത്താണ് നമുക്ക് സമൂഹത്തിൽ വില കിട്ടുന്നത്. എല്ലാ മനുഷ്യനും കഴിവുണ്ട്. ആ കഴിവിനെ മാർക്കറ്റ് ചെയ്യാൻ കഴിയണം. അവിടെയാണ് വിജയം. അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ കഴിയണം. നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്നാണ് നമ്മൾ സ്നേഹിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യേണ്ടത്. പലരും ജീവിതത്തിൽ തോറ്റു പോകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇഷ്ടത്തിന് ഒത്ത ഒരു ജോലി ആയിരിക്കത്തില്ല ഒരുപക്ഷെ അവർക്ക് കിട്ടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പൈസയുടെ ആവശ്യം കൊണ്ട് ആ കിട്ടുന്ന ജോലി തൃപ്തിപ്പെട്ട് അവർ ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ കുറച്ച് നാളാവുമ്പോൾ അവർക്ക് തന്നെ സ്വയം മടുപ്പുണ്ടാകുന്നു. പിന്നീട് എങ്ങനെയെങ്കിലും ജീവിതം തള്ളി നീക്കുന്നു. അതുകൊണ്ടാണ് ആ ഇഷ്ടം, സ്വന്തം ഇഷ്ടപ്രകാരം കിട്ടിയ അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു ജോലി കിട്ടാത്തത് കൊണ്ടാണ് ജോലിയിൽ അവരധികം തിളങ്ങാത്തത്.
അവനവൻ്റെ ഇഷ്ടത്തിന് പറ്റിയ ജോലി അല്ലാത്തത് കൊണ്ടാണ് അവനവൻ്റെ കഴിവുകൾ കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് പ്രകടിപ്പിക്കാൻ പറ്റാതെ പോയത്. അവരുടെ ഭാഗ്യദോഷമോ എന്തോ. കായികപരമായിട്ട് മുന്നേറി നിൽക്കുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഇഷ്ടം കലാപരമായ മേഖലയാണ്. ആ കുട്ടിയെ നിർബന്ധിച്ച് കായിക മേഖലയിലേക്ക് വിടുകയാണെങ്കിൽ ആ കുട്ടിയുടെ വളർച്ച മുരടിച്ച് അതങ്ങ് നിന്നു പോകും. അതേസമയം അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് കലാപരമായി അവരെ വിടുകയാണെങ്കിൽ അവരവരുടെ ഉള്ളിലെ കഴിവുകൾ വികസിപ്പിച്ച് ആ പ്രൊഫഷനിൽ വിജയിക്കുക തന്നെ ചെയ്യും. നമ്മുടെ കഴിവിനെ തിരിച്ചറിഞ്ഞ് നമുക്ക് കിട്ടുന്ന സാഹചര്യത്തിനനുസരിച്ച് അവസരങ്ങൾക്കനുസരിച്ച് നമ്മളെ തന്നെ നമ്മളവിടെ പറിച്ച് നടുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിലും അധികം വിജയം നമ്മളെ തേടിയെത്തും. നമ്മൾ ജീവിത വിജയം നേടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യത്തുള്ളൂ. നമ്മുടെ കയ്യിലൊരു വൃക്ഷത്തിൻ്റെ വിത്ത് കിട്ടുകയാണെങ്കിൽ അതിനെ വെറുതെ കുഴിച്ചിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അതിന് വളവും വെള്ളവും കറക്റ്റ് കിട്ടി, പിന്നെ അതിനുശേഷം സൂര്യപ്രകാശവും കിട്ടിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വളർന്ന് വലിയ വൃക്ഷമായി മാറുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളിൽ കുറച്ച് കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊത്ത സാഹചര്യം കൂടി ഉണ്ടായെങ്കിലേ നമുക്ക് നമ്മുടെ കഴിവിൽ വളർന്ന് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ, നമ്മളെ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പരിചയത്തിലുള്ള കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ മക്കളെ അവർക്ക് നന്നായിട്ട് കായിക മേഖലയിൽ കഴിവുണ്ട് എന്ന് കണ്ട് അവരുടെ മക്കളെ ഇവിടെ നിന്നാൽ അവരുടെ കഴിവ് മുരടിച്ചു പോകും എന്ന് കണ്ട് അവരുടെ 2 മക്കളെയും കൽക്കട്ടയിലേക്ക് പറഞ്ഞു വിടുന്നു. അതായത് ആ സാഹചര്യം, അവർക്ക് വളരാൻ സാഹചര്യം, അതായത് നമ്മളൊരു മരത്തിനെ പറിച്ച് നടുമ്പോൾ അതിന് പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അത് നന്നായിട്ട് വളർന്ന് പന്തലിച്ച് നമുക്ക് ഫലങ്ങൾ നൽകുന്നു. ഒരുപക്ഷെ അതിന് അനുകൂലമായ സാഹചര്യം അല്ലെങ്കിൽ അത് അവിടെ തന്നെ നിന്ന് കരിഞ്ഞു പോകും. അതുപോലെ ഇദ്ദേഹം കൽക്കട്ടയിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ പോയി അവർ പ്രാക്ടീസ് ചെയ്യുന്നു, അവർ നല്ല നിലയിലെത്തുന്നു. അതുപോലെ സ്പോർട്സ് അതോറിറ്റി ക്ലബിലും എല്ലാം മെമ്പറാകുന്നു, അവർ നല്ല രീതിയിൽ ശോഭിക്കുന്നു. അപ്പോൾ അവർക്ക് അനുകൂലമായ സാഹചര്യമാണ് ഇമ്പോർട്ടൻസ്. ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ വേസ്റ്റ് നമ്മൾ എവിടെയാണ് വലിച്ചെറിയുന്നത്? നമ്മൾ വേസ്റ്റിനെ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലേക്ക് വലിച്ചെറിയുന്നു. ആ വേസ്റ്റ് കൊണ്ടും ഗുണമുണ്ടാകുന്നു. ആർക്കാണ് ഗുണമുണ്ടാകുന്നത്? ആ മരങ്ങൾക്ക് അത് വളമായി മാറുന്നു. അപ്പോൾ ഈ നമ്മുടെ പ്രകൃതിയിലുള്ള ഒന്നിനും വിലയില്ല എന്ന് നമ്മൾ കരുതരുത്. എന്തെങ്കിലുമൊക്കെ രീതിയിൽ അത് പരസ്പരം പൂരകങ്ങൾ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മളെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തിക്കോട്ടെ, കളിയാക്കിക്കോട്ടെ, എന്ത് വേണേലും ചെയ്തോട്ടെ, നമ്മൾ നമ്മുടെ കഴിവിനെ തിരിച്ചറിഞ്ഞ് അതിനെ പരിപോഷിപ്പിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക നമ്മൾക്ക് ആണ് ആവശ്യം. നമ്മൾ വിജയിക്കുക എന്ന് നമുക്കാണ് ആവശ്യം. നമ്മളെ നന്നായിട്ട് രൂപപ്പെടുത്തുക എന്നത് നമ്മുടെ കടമയാണ്.